ഇങ്ങനത്തെ ഓരോ സാധനം വെച്ചാണ്ട് ഇത് പരിപാടി. അങ്ങനെ അതും പറഞ്ഞു കണ്ട് രാവിലെ നീച്ചപ്പോ അതാക്കണേ അമ്മ ഒരു കവർ നിന്നാണ്ട് ഇത് അരി ഒന്ന് പൊടിപ്പിച്ചോണ്ടിരുന്നു. അങ്ങനെ ആ അരി എടുത്തിങ്ങനെ നേരെ പോയി മില്ലിക്ക്. വിഷുവൊക്കെയല്ലേ നെയ്യപ്പം ചൂടുള്ള അരിയാണത്. അങ്ങനെ അതും പൊടിപ്പിച്ചാണ്ട് നേരെ പോകുന്നു. വീട്ടിലെത്തിയപ്പോഴാക്കണേ അയലൊക്കെ ചേച്ചി ഇങ്ങനെ വിളിച്ചാണ്ട് കുട്ടീനെ 2 ഫോട്ടോ എടുത്ത് തരുവോ. ചെറുക്കനാണെങ്കിലോ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി കണ്ട എല്ലാം റെഡി ആയി കണ്ടാ നിൽക്കുക. അങ്ങനെ ഓന്റെ 2 ഫോട്ടോ എടുക്കണായിട്ട് ഇടയിലാക്കണേ മുണ്ട കയ്യുണ്ട്. ഏതായാലും അത് കയറ്റി കൊടുക്കാനായിട്ട് ഒരാളും വേണം. ഓന്റെ പെണ്ണിന്റെ പകരം ഫോട്ടോ എടുക്കാൻ വേണ്ടി കണ്ട് യോഗായിട്ട് കൊടുത്തേക്കണേ. ഇനി അതാകാൻ വേണ്ടി കണ്ട് വേറൊരു സ്ഥലമല്ല. അതാ സാരിമ കൂടെയും കാൽമ കൂടെ എല്ലായിടത്തും കൂടെയും തേച്ചായിട്ട് ചെറുക്കൻ നോക്കി. എന്നിട്ട് അവിടെ നിന്ന് എങ്ങനെയൊക്കെ ഒരു കണക്കിന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് ഞാൻ അവിടെ ഇറങ്ങി. ഞാൻ രാവിലെ പൊടിപ്പിച്ച അരിയും കൊണ്ട് ഉണ്ടാക്കി നെയ്യപ്പാണത്. അങ്ങനെ അതും കഴിച്ചാണ്ട് ഞാൻ ഇറങ്ങി നേരെ നിലമ്പൂർക്ക് ഇറങ്ങിയപ്പോ തന്നെ ഇതാക്കണം ഓരോ ഭാഗത്തുനിന്നും പല പടക്കം പൊട്ടുന്ന ഒച്ചയെന്ന്. അങ്ങനെ കുറച്ചേരം കണ്ണന്റെ നാട്ടിൽ പോയി കണ്ട് പടക്കം പൊട്ടുന്നുണ്ട്. ഇതൊക്കെ പടക്കം പൊട്ടണ വണ്ടി കണ്ട് രാമൂന്ന് വണ്ടി എടുത്ത് വന്നിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞാണ്ട് നമ്മളല്ലേ ചെറുക്കന്മാരൊക്കെ ആക്കണ താറ്റിക്ക് നോക്കി കൂടിക്കണം. എന്താ സംഭവം അറിയാൻ വേണ്ടിയാണ്ട് ഇങ്ങനെ നോക്കി നമ്മളല്ലേ ഈ സാധനത്തിന്റെ തിരി തെരയുന്നല്ല അരമടേ. അങ്ങനെ തിരി ഇട്ടിയപ്പോ പൊട്ടിച്ചതോ. അങ്ങനെ അത് പൊട്ടിച്ചു കഴിഞ്ഞപ്പോ ആക്കണ ഒരു അലാഖിന്റെ സാധനമായിട്ട് വന്നിക്കണ്. അങ്ങനെ ഈ ഒരു വീഡിയോ കണ്ട് എല്ലാവർക്കും ഹാപ്പി വിഷു പറഞ്ഞു കണ്ട് ഇതിവിടെ നിർത്തണം. അപ്പൊ ഇന്ന് ഇതൊക്കെ തന്നെയുള്ളൂ. ഫോളോ ചെയ്ത അടുത്ത വീഡിയോയിൽ ഒന്നുകൂടി ഷെയർ ആയി കാണാം.